പ്രിയമുള്ളവരെ, എല്ലാവർക്കും പ്രഭാത മന്നത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് അമിതമായ നിയന്ത്രണം നമ്മെ അപകടത്തിലേക്ക് എത്തിക്കും. കാരണം നമുക്കറിയാം, ജീവിതം സ്വാതന്ത്ര്യത്തിലാണ് വളരുന്നത്. സ്നേഹം പോലും വളരണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം. പ്രകൃതിയല്ല അങ്ങനെ തന്നെ. സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് മാത്രമേ വളർച്ചയുണ്ടാവുകയുള്ളൂ. കൂടുതൽ അച്ചടക്കത്തോടുകൂടി നിയന്ത്രണത്തോടുകൂടി വളർത്തിയ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ വലിയ കലാപകാരികളായി മാറും, അപകടകാരികളായി മാറും. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കൊച്ചുനാൾ മുതലേ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക. അവർ ചെയ്യാനുള്ള തെറ്റുകൾക്ക് സ്വാഭാവികമായി സംഭവിക്കാം. തെറ്റുപറ്റാത്ത ആരും ഇന്നോളം ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. തെറ്റിലൂടെയാണ് നമ്മൾ ശരിയിലെത്തുന്നത്. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് പ്രസവിച്ചുടനെ എണീച്ചോടാനും നടക്കാനൊന്നും പറ്റില്ല. നിരന്തരമായ പരിശീലനം, വീഴും, ധാരാളം സമയം വീഴും. എങ്കിലും ആ ശ്രമം ആ കുട്ടി ഉപേക്ഷിക്കുന്നില്ല. നടന്നേ പറ്റും. ഇതാണ് അഭിവാഞ്ച. അത് നാച്ചുറൽ ലോ ആണ്. ആ കുട്ടിയോട് ആരും പറയുന്നില്ല മോനെ പരിശ്രമിക്കുന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അവനറിയാം, ഇങ്ങനെ ഇരുന്നാൽ പോരാ, കിടന്നാൽ പോരാ, നിൽക്കണം, നടക്കണം, ഓടണം. ജീവിതത്തിൽ വളരണം, മെച്ചപ്പെടണം എന്നുള്ളൊരു അഭിവാഞ്ച, ബേണിംഗ് ഡിസയർ നമുക്കുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമ്മൾക്ക് വഴിയൊരുക്കി തരും. നമ്മുടെ മുന്നിലുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, ആത്മാവിഷ്കാരത്തിന് വേണ്ടി നമ്മുടെ ഓരോ നിമിഷവും ഉപയോഗപ്രദമാകണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. നമുക്ക് മാത്രമല്ല, നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായി, പ്രേരണയായി, പ്രസരണമായി മാറണം. ഒരു പൂവിന് സുഗന്ധം പോലെ, ഒരു മെഴുകുതിരി പോലെ തൻ്റെ പ്രകാശം ചുറ്റുപാട് നൽകിക്കൊണ്ട് അതില്ലാതാവുകയാണ്. ഒരു ചന്ദനത്തിരി അതുപോലെ തന്നെ അതിൻ്റെ സുഗന്ധം നൽകിക്കൊണ്ട് അതില്ലാതാവുകയാണ്. ഒരു പുഷ്പവും അത് വിരിഞ്ഞ് അതിൻ്റെ സൗരഭ്യം ചുറ്റുപാടും പ്രസരിപ്പിച്ചുകൊണ്ട് അതില്ലാതെ കൊഴിഞ്ഞു പോവുകയാണ്. ഇതാണ് ജീവിതം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതോടൊപ്പം സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അമിതമായ നിയന്ത്രണം നമ്മളെ അടിമകളാക്കി മാറ്റും. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല നിയമത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഇരകളായി പോകുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും പലതിൻ്റെ പേരിലും അനാവശ്യമായ നിയന്ത്രണം. നമുക്കറിയാം, ഒരു വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ബ്രേക്കിങ്ങിന് ചവിട്ടിക്കൊണ്ടിരുന്നാൽ ആ ബ്രേക്കൊക്കെ കേടുവരും. അതിങ്ങനെ ഫ്രീ ആയിട്ട് പോകണം. ആവശ്യമുള്ളപ്പോൾ ചവിട്ടുക, ബ്രേക്ക് പിടിച്ച വണ്ടി നിൽക്കണം. അതാണ് കൺട്രോൾ, സെൽഫ് കൺട്രോൾ. മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടുള്ള സെൽഫ് നിയന്ത്രണമല്ല, സ്വയം തന്നെ നമുക്ക് തോന്നണം നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുവാൻ സാധ്യമാകുകയുള്ളൂ. അത് ഏത് മേഖലയായിക്കോട്ടെ, ഏത് പ്രൊഫഷനായിക്കോട്ടെ, നിരന്തരമായ ആ സെൽഫ് കൺട്രോൾ. മറ്റൊരാൾ പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ആവരുത്. നമുക്ക് സ്വയം തോന്നണം നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്നും. അനാവശ്യമായ എല്ലാ ചേഷ്ടകളെയും നമ്മൾ തിരിച്ചറിയണം. നമ്മളെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കണം. നമ്മൾ തെറ്റുകളെ കാണാൻ ശ്രമിക്കുക, അത് തിരുത്താനുള്ള എളിയ ശ്രമം നടത്തുക. മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠപ്പെട്ട് അവരെ നിയന്ത്രിച്ച് അവരെ അടിമയാക്കി അവരെ കൺട്രോൾ ചെയ്യാൻ പോയാൽ ജീവിതം ഒരിക്കലും പുരോഗതിയിലെത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പരസ്പരമുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകണം. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ഗുരുക്കന്മാരായാലും. മഹാനായ ഓഷോക്കെ സ്വാതന്ത്ര്യമാണ് നൽകിയത്. തൻ്റെ ശിഷ്യന്മാരെ അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യവും സ്നേഹവും കൊണ്ടാണ് വളർത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ, സ്നേഹമുണ്ടാവട്ടെ, കരുണയുണ്ടാവട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.